ശ്രീ ആഞ്ജനേയ ജ്യോതിഷാലയത്തിൻ്റെ പുതിയ ഒരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മനസ്സിൻ്റെ കാരകനായ ചന്ദ്രനെ കുറിച്ചാകട്ടെ ഇന്നത്തെ വീഡിയോ. ചന്ദ്രൻ മനസ്സിൻ്റെ കാരകൻ മാത്രമല്ല, നമ്മുടെ ശരീരത്തിൻ്റെയും ജീവൻ്റെയും പിന്നെ നമ്മുടെ രക്തം, ജലം, ഇതിൻ്റെ എല്ലാം മാതാവ്, ഇതിൻ്റെ എല്ലാം കാരകനാണ് ചന്ദ്രൻ. നമ്മുടെ എല്ലാവരുടെയും ജാതകത്തിൽ അല്ലെങ്കിൽ ഗ്രഹനിലയിൽ ചന്ദ്രന് ബലമുണ്ടോ, മനസ്സിന് ബലമുണ്ടോ, നമ്മുടെ ശരീരത്തിൻ്റെ ബലം, പിന്നെ നമ്മുടെ രക്തത്തിൻ്റെ പ്യൂരിറ്റി, ഇതെല്ലാം നമ്മൾ ചന്ദ്രനെ വെച്ചിട്ടാണ് നോക്കുന്നത്. അപ്പം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മുടെ ചന്ദ്രന് ബലമുണ്ടോ എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് അവതരിപ്പിക്കുന്നത്. ഈ ക്ലാസ് നമ്മൾ ശ്രദ്ധാപൂർവം കേട്ട് കഴിയുമ്പോൾ നമുക്ക് തന്നെ സ്വയം നോക്കാൻ പറ്റും. നമ്മുടെ ഗ്രഹനിലയിൽ നമ്മുടെ ചന്ദ്രൻ എവിടെ നിൽക്കുന്നു, ചന്ദ്രൻ്റെ പക്ഷബലം ഉള്ള ചന്ദ്രനാണോ, ചന്ദ്രൻ ഏത് തിഥിയിൽ നിൽക്കുന്നു, അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ചന്ദ്രൻ്റെ, നമ്മുടെ മനസ്സിൻ്റെ, ശരീരത്തിൻ്റെ, രക്തത്തിൻ്റെ, നമ്മുടെ ശ്വാസകോശം, ഇതിൻ്റെ എല്ലാം ബലം നമുക്ക് അറിയാൻ പറ്റും. ആദ്യമേ നമ്മൾ ആസ്ട്രോളജി എന്ന് പറയുമ്പം എല്ലാവർക്കും തോന്നില്ല, ആസ്ട്രോളജി ഒരു ശാസ്ത്രമാണോ? പക്ഷേ ഇതിൻ്റെ പുറകിൽ ഒരു ശാസ്ത്രമുണ്ട്. ആ ശാസ്ത്രത്തിലേക്ക് നമുക്ക് ആദ്യം അല്പം ഒന്ന് പുറകോട്ട് പോകാം. ആസ്ട്രോണമി, ചന്ദ്രൻ്റെ ആസ്ട്രോണമി, ജ്യോതിശാസ്ത്രം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹമാണ്. ചന്ദ്രൻ 27 ദിവസം കൊണ്ടാണ് ഭൂമിയെ ഒരു പ്രാവശ്യം വലം വയ്ക്കുന്നത്. ആ 27 ദിവസം കൊണ്ട് 27 നക്ഷത്രത്തിലും കൂടി ചന്ദ്രൻ സഞ്ചരിക്കുന്നു. ചന്ദ്രന് സ്വന്തം അച്ചുതണ്ടിൽ ഒരു പ്രാവശ്യം കറങ്ങുന്നതിന് 29 ദിവസമാണ് ചന്ദ്രൻ എടുക്കുന്നത്. ചന്ദ്രമാസം എന്ന് പറയുന്നത്, ചന്ദ്രൻ ഈ 360 ഡിഗ്രി ആണല്ലോ നമ്മുടെ ഈ ഗ്രഹങ്ങളുടെ എല്ലാം, ദീർഘവൃത്ത ആകൃതിയുള്ള ഗ്രഹങ്ങളുടെ എല്ലാം വ്യാസം 360 ഡിഗ്രിയാണ്. അപ്പോൾ ചന്ദ്രൻ 12 ഡിഗ്രിയിൽ സഞ്ചരിക്കുമ്പോൾ ഓരോ ദിവസം ഉണ്ടാകും. ചന്ദ്രൻ്റെ ഒരു ദിവസത്തിന് തിഥി എന്ന് പറയുന്നു. അപ്പം 360 ഭാഗം 12, അത് 30. അപ്പോൾ ചന്ദ്രന് 30 ദിവസമുണ്ട്, അല്ലെങ്കിൽ 30 തിഥി. പിന്നെ നമ്മുടെ സൂര്യനിൽ സുഷുമ്ന എന്ന് പറയുന്ന പ്രത്യേക ജീവൻ്റെ ഉൽപ്പത്തിക്ക് ആവശ്യമുള്ള പ്രകാശമുണ്ട്. ആ പ്രകാശം ചന്ദ്രൻ്റെ കൽപ്പന എന്ന് പറയുന്ന ഭാഗത്ത് വന്ന് പതിക്കുമ്പോൾ ജീവൻ്റെ ഉൽപ്പത്തിക്കും പിന്നെ സ്ഥിതി, സംഹാരം, ഇതിനെല്ലാം ഉള്ള ചൈതന്യം ആ ചന്ദ്രനിൽ നിന്നാണ് പുറപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഗ്രഹനിലയിൽ നമ്മുടെ നക്ഷത്രം ഏതാണെന്ന് ചോദിക്കുമ്പോൾ സൂര്യനാണല്ലോ ഏറ്റവും വലിയ ഗ്രഹം. കാരണം സൂര്യൻ്റെ പ്രകാശം മറ്റുള്ള ഗ്രഹങ്ങളിൽ തട്ടി പ്രതിഫലിക്കുമ്പോഴാണ് അവർക്കെല്ലാം ചൈതന്യം ഉണ്ടാകുന്നത്. പക്ഷേ സൂര്യൻ നിൽക്കുന്ന നക്ഷത്രം നോക്കിയല്ല നമ്മുടെ നക്ഷത്രം നിർണ്ണയിക്കുന്നത്. ചന്ദ്രൻ ഏത് നക്ഷത്രത്തിൽ നിൽക്കുന്നോ അത് അവിടെ വെച്ചാണ് നമ്മുടെ ഈ നക്ഷത്രം നിർണ്ണയിക്കുന്നത്. അപ്പോൾ ചന്ദ്രൻ്റെ ചൈതന്യം അല്ലെങ്കിൽ ശക്തി എത്രമാത്രം ഉണ്ടെന്ന് നമുക്കതിൽ നിന്നും മനസ്സിലാക്കാമല്ലോ. ഇതാണ് നമ്മുടെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യം. ഇനി നമുക്ക് ആസ്ട്രോളജി, ജ്യോതിഷത്തിലേക്ക് വരാം. ചന്ദ്രൻ ഭൂമിയെ 27 ദിവസം കൊണ്ടാണല്ലോ ഒരു പ്രാവശ്യം കറങ്ങുന്നത്. ആ 27 ദിവസം 27 നക്ഷത്രത്തിൽ കൂടിയാണ് ചന്ദ്രൻ സഞ്ചരിക്കുന്നത്. അത് അശ്വതി, ഭരണി, കാർത്തിക, അങ്ങനെ തുടങ്ങി രേവതി വരെയുള്ള നക്ഷത്രം ആണ് 27 നക്ഷത്രം. ഒരു രാശിചക്രം നമുക്കറിയാമല്ലോ. രാശിചക്രം 360 ഡിഗ്രി. രാശിചക്രം എന്താണ്? അപ്പം സൗരയൂഥത്തിൽ സൂര്യൻ ഒരു പ്രത്യേക പാതയിൽ സഞ്ചരിക്കുന്നു. സൂര്യന് ചുറ്റും മറ്റുള്ള ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നു. അവയ്ക്കെല്ലാം പ്രത്യേക പാതയുണ്ട്. ആ ഓർബിറ്റ് എന്ന് പറയും ആ പാതയ്ക്ക്. ഈ പാതയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് വരുമ്പോൾ, ചില പ്രത്യേക ഡിഗ്രിയിൽ, ഇവരെല്ലാവരും പ്രത്യേക ഡിസ്റ്റൻസിലാണ് സഞ്ചരിക്കുന്നത്. അപ്പം ഈ സൂര്യൻ, ചന്ദ്രൻ, ഭൂമി, ഈ 3 ഗ്രഹങ്ങൾ ഒരേ ലൈനിൽ വരുമ്പോൾ നമുക്ക് ഈ ഭൂമിയുടെ, സൂര്യൻ്റെ നിഴൽ ഈ ചന്ദ്രനിൽ പതിക്കുന്നു. അപ്പം നമുക്ക് ഭൂമിയിലുള്ളവർക്ക് നമുക്ക് ഈ ചന്ദ്രനെ കാണാനായിട്ട് പറ്റത്തില്ല. അതാണ് അമാവാസി. ഇനി വീണ്ടും ചന്ദ്രൻ കറങ്ങി സൂര്യൻ്റെ നേരെ ഓപ്പോസിറ്റ് 180 ഡിഗ്രിയിൽ വരുമ്പോൾ പൂർണ്ണമായിട്ടുള്ള സൂര്യപ്രകാശം ആ ചന്ദ്രനിൽ പതിക്കുന്നു. അപ്പം നമുക്ക് പൂർണ്ണമായിട്ടുള്ള ചന്ദ്രനെ കാണാം. അതാണ് പൗർണമി. ഈ 27 നക്ഷത്രത്തിൽ കൂടെ ചന്ദ്രൻ സഞ്ചരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഓരോ നക്ഷത്ര
നമ്മളുടെ നക്ഷത്രം അശ്വതി നക്ഷത്രം, ഭരണി, കാർത്തിക അങ്ങനെ പറയുന്നത്. രാശിചക്രം 360 ഡിഗ്രിയാണ്. ആ രാശിചക്രത്തെ 12 ഈക്വൽ ഭാഗങ്ങളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഓരോ ഭാഗവും 30 ഡിഗ്രിയാണ്. ആദ്യത്തെ 30 ഡിഗ്രിയാണ് മേടൻ രാശി, രണ്ടാമത്തെ ഇടവൻ രാശി 30 തൊട്ട് 60 വരെ ഡിഗ്രി, അടുത്തത് ഇടവൻ രാശി 60 തൊട്ട് 90 വരെ ഡിഗ്രി. അങ്ങനെ ഓരോ രാശിയും 30 ഡിഗ്രി വെച്ച് അവസാനം 360 ഡിഗ്രി ആകുമ്പോൾ നമ്മുടെ മീനൻ രാശിയിൽ വരും. അങ്ങനെയാണ് ചന്ദ്രൻ്റെ ഒരു സൈക്കിൾ നക്ഷത്രങ്ങൾക്ക് ചുറ്റും പൂർത്തിയാകുന്നത്. ഇതിനോടൊപ്പം തന്നെ ചന്ദ്രന് സ്വന്തം അച്ചുതണ്ടിൽ ഒരു പ്രാവശ്യം കറങ്ങുന്നതിന് 29.5 ദിവസം എടുക്കുന്നുണ്ട്. ആ 29.5 ദിവസം ചന്ദ്രൻ 360 ഡിഗ്രി ആണല്ലോ അതിൻ്റെ ദീർഘവൃത്താകൃതിയിലുള്ളതിൻ്റെ വ്യാസം. അപ്പം ഓരോ 12 ഡിഗ്രിയും നമ്മുടെ ഭൂമിയിലുള്ള ദിവസം പോലെ ചന്ദ്രന് ദിവസമുണ്ട്. ചന്ദ്രന് ഒരു മാസത്തിൽ 30 ദിവസമുണ്ട്. അത് ചന്ദ്രൻ ഓരോ 12 ഡിഗ്രി സഞ്ചരിക്കുമ്പോഴും ഓരോ തിഥി ഉണ്ടാവും. ചന്ദ്രൻ്റെ ദിവസത്തിനെ നമ്മൾ തിഥി എന്ന് പറയും. അപ്പോൾ നമ്മുടെ ജാതകത്തിൽ ചന്ദ്രന് ബലമുണ്ടോ ബലമില്ലയോ എന്ന് നമുക്ക് ആദ്യമേ നോക്കാം. നമ്മൾ ഈ തിഥി 30 തിഥി എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഈ 30 തിഥിയെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അമൃതപ്രകൃതി, മിശ്രപ്രകൃതി, വിഷപ്രകൃതി. ചന്ദ്രൻ ഓരോ 12 ഡിഗ്രി സഞ്ചരിക്കുമ്പോഴും ഒരു തിഥി ഉണ്ടാകുന്നു. ഈ 30 തിഥികളിൽ 15 തിഥികൾ ശുക്ലപക്ഷ തിഥികളും 15 തിഥികൾ കൃഷ്ണപക്ഷ തിഥികളുമാണ്. ശുക്ലപക്ഷ തിഥികൾ തുടങ്ങുന്നത് അമാവാസി കഴിഞ്ഞിട്ട് ഒന്നാം ദിവസം മുതൽ പ്രഥമ, ദ്വിതീയ, തൃതീയ അങ്ങനെ 15 ദിവസം ആകുമ്പോൾ പൗർണമിയാകും. അപ്പോൾ ഈ പ്രഥമ തൊട്ട് പൗർണമി വരെയാണ് ശുക്ലപക്ഷം അല്ലെങ്കിൽ വെളുത്തപക്ഷം. ഇനി പൗർണമി കഴിഞ്ഞ ശേഷം ചന്ദ്രൻ കറക്കാൻ പോവുകയാണ്. കറുത്ത പക്ഷം എന്ന് പറയും. കറുത്ത പക്ഷത്തിലെ പ്രഥമ, ദ്വിതീയ, തൃതീയ അങ്ങനെ ചന്ദ്രൻ സഞ്ചരിച്ച് 360 ഡിഗ്രി ആകുമ്പോൾ അമാവാസിയാകും. അപ്പോൾ ആ പക്ഷത്തിനാണ് കറുത്ത പക്ഷം എന്ന് പറയുന്നത്. കറുത്ത പക്ഷത്തിൽ ചന്ദ്രന് ബലം കുറവും ശുക്ലപക്ഷത്തിൽ അല്ലെങ്കിൽ വെളുത്ത പക്ഷത്തിൽ ചന്ദ്രന് ബലം കൂടുതലുമാണ്. അങ്ങനെ ആണെങ്കിൽ പോലും വെളുത്ത പക്ഷം തന്നെ നമുക്ക് 3ആയിട്ട് ഭാഗിക്കാം. വെളുത്ത പക്ഷത്തിലെ പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി ഈ 4 ദിവസം ചന്ദ്രന് തീരെ ബലം കുറവാണ്. ആ പ്രകൃതിക്കാണ് വിഷപ്രകൃതി എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ജനിക്കുന്നവർക്കൊക്കെ ചന്ദ്രൻ്റെ ബലം കുറവായിരിക്കും. അത് കഴിഞ്ഞ ശേഷം പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി ഈ 5 ദിവസം ചന്ദ്രന് അമൃതപ്രകൃതിയും വിഷപ്രകൃതിയും കലർന്നിരിക്കും. ഇതിനാണ് മിശ്രപ്രകൃതി എന്ന് പറയുന്നത്. ഇനിയും ദശമി, ഏകാദശി, ദ്വാദശി, ത്രയോദശി, ചതുർദശി, പൗർണമി ഈ 6 ദിവസം ചന്ദ്രൻ പൂർണ്ണ ബലവാനാണ്. ഈ പ്രകൃതിക്ക് അമൃതപ്രകൃതി എന്ന് പറയുന്നു. ഇനി അമൃതപ്രകൃതിയിൽ നിന്നും ചന്ദ്രൻ്റെ ബലം കുറയാനും പോവുകയാണ്. ചന്ദ്രൻ വിഷപ്രകൃതി അല്ലെങ്കിൽ കറുക്കാൻ പോവുകയാണ്. ചന്ദ്രൻ്റെ തേജസ് കുറയാൻ പോവുകയാണ്. അപ്പോൾ കറുത്ത പക്ഷത്തിലെ ആദ്യത്തെ ദിവസമായ പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി ഈ 4 ദിവസം ചന്ദ്രന് ബലം ഒരു അല്പം കുറവേ ഉള്ളൂ. പൂർണ്ണബലം തന്നെയാണ്. അപ്പോൾ ഈ 4 ദിവസവും അമൃതപ്രകൃതിയാണ്. അതിനുശേഷം പഞ്ചമി മുതൽ നവമി വരെ 5 ദിവസം ചന്ദ്രന് അമൃതപ്രകൃതിയും വിഷപ്രകൃതിയും കലർന്നിരിക്കും. ഇതാണ് മിശ്രപ്രകൃതി എന്ന് പറയുന്നത്, കറുത്ത പക്ഷത്തിലെ മിശ്രപ്രകൃതി. ഇനി കറുത്ത പക്ഷത്തിലെ ദശമി തൊട്ട് അമാവാസി വരെ ചന്ദ്രന് തീരെ ബലം കുറവാണ്. ഇതിനാണ് വിഷപ്രകൃതി എന്ന് പറയുന്നത്. അപ്പോൾ ശുക്ലപക്ഷത്തിലും വിഷപ്രകൃതി, മിശ്രപ്രകൃതി, അമൃതപ്രകൃതിയുണ്ട്. കറുത്ത പക്ഷത്തിലും അമൃതപ്രകൃതി, മിശ്രപ്രകൃതി, വിഷപ്രകൃതി ഇവയുണ്ട്. അപ്പം നമുക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ ചന്ദ്രൻ്റെ ബലം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രഹനിലയിൽ അല്ലെങ്കിൽ ജാതകത്തിൽ ചന്ദ്രന് ബലമുണ്ടോ എന്ന് അറിയാനായിട്ട് സ്വന്തമായിട്ട് ഗ്രഹനില ഉണ്ടായിരിക്കും. ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ജ്യോതിഷത്തിൻ്റെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുത്ത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ചന്ദ്രൻ ഏതാണ്, ഏത് നക്ഷത്രത്തിലാണ് നിൽക്കുന്നത്, തിഥി ഏതാണ്, പക്ഷം വെളുത്ത പക്ഷമാണോ കൃഷ്ണപക്ഷമാണോ എന്നെല്ലാം അതിനകത്ത് വരും. അപ്പം അത് നോക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം നമ്മുടെ ചന്ദ്രൻ അമൃതപ്രകൃതിയാണോ മിശ്രപ്രകൃതിയാണോ വിഷപ്രകൃതിയാണോ എന്ന്. അപ്പം അത് മനസ്സിലായി കാണുമല്ലോ. ഇനി ഇത് മാത്രമല്ല ചന്ദ്രൻ്റെ ബലം. ചന്ദ്രൻ്റെ സ്വന്തം ക്ഷേത്രമായ കർക്കിടകത്തിൽ നിൽക്കുമ്പോഴും
ചന്ദ്രന്റെ ഉച്ചക്ഷേത്രമായ ഇടവത്തിൽ നിൽക്കുമ്പോഴും പൂർണ്ണ ബലവാനാണ്. സ്വക്ഷേത്രത്തിൽ പകുതി ബലവും ഉച്ചക്ഷേത്രത്തിൽ പൂർണ്ണ ബലവുമാണ്. പിന്നെ ശുഭഗ്രഹങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോഴും ശുഭഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്യുമ്പോഴും ചന്ദ്രൻ ബലം കൂടുന്നു. ശുഭഗ്രഹങ്ങൾ വ്യാഴം, ശുക്രൻ, പാപനോട് ചേരാത്ത ബുധൻ ഇവരോട് യോഗം ചെയ്യുമ്പോഴും ഇവരുടെ ദൃഷ്ടി ഉണ്ടാവുമ്പോഴും ചന്ദ്രന്റെ ബലം വർദ്ധിക്കുന്നു. പിന്നെ രാത്രിയിലും ദക്ഷിണായന കാലത്തും ചന്ദ്രന് ബലമുണ്ട്. ദക്ഷിണായനം എന്ന് പറയുമ്പോൾ കർക്കിടകം, ചിങ്ങം, കന്നി, തുല, വൃശ്ചികം, ധനു ഈ 6 മാസം ഈ രാശികളിൽ കൂടെ ചന്ദ്രൻ സഞ്ചരിക്കുന്നതിനാണ് നമ്മൾ ദക്ഷിണായനം കാലം എന്ന് പറയുന്നത്. ചന്ദ്രൻ മാത്രമല്ല, സൂര്യൻ സഞ്ചരിക്കുന്ന കാലം ദക്ഷിണായനം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ചന്ദ്രന്റെ ഈ 6 രാശികളിൽ നിൽക്കുമ്പോഴാണ് ചന്ദ്രന് അയനബലം കൂടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ചന്ദ്രന്റെ ശക്തി അല്ലെങ്കിൽ ബലം കൂടുന്നത്. ഈ ചന്ദ്രന്റെ ബലം കുറയുന്നത് എങ്ങനെയാണ്? പക്ഷബലം അല്ല, അത് നമ്മൾ പറഞ്ഞു. ചന്ദ്രന്റെ നീചക്ഷേത്രമായ വൃശ്ചികത്തിൽ നിൽക്കുമ്പോഴും പാപന്മാരോട് യോഗം ചെയ്യുമ്പോഴും പാപദൃഷ്ടി ഉണ്ടാവുമ്പോഴും ചന്ദ്രന്റെ ബലം കുറയുന്നു. പാപഗ്രഹങ്ങളായ സൂര്യൻ, ശനി, രാഹു, കേതു ഇവരുമായിട്ട് യോഗം ചെയ്യുമ്പോൾ ചന്ദ്രന്റെ ബലം കുറയുന്നു. സൂര്യനും ചന്ദ്രനും അവയുടെ സഞ്ചാരപാതയിൽ ഒരേ നേർരേഖയിൽ വരുമ്പോൾ ചന്ദ്രൻ ഭൂമിക്ക് സൂര്യനും ഇടയിൽ വരുന്നു. അപ്പോൾ ചന്ദ്രൻ സൂര്യന്റെ തൊട്ട് താഴെയാണ് കാണുന്നത്. ആ സമയത്ത് സൂര്യന്റെ പ്രകാശം ചന്ദ്രനിൽ പൂർണ്ണമായിട്ടും എതിർവശത്താണ് എത്തുന്നത്. അപ്പോൾ ഭൂമിയിൽ നമുക്ക് ആ പ്രകാശം, ആ ചൈതന്യം കിട്ടുന്നില്ല. അതാണ് അമാവാസി. ഇനി ചന്ദ്രൻ സഞ്ചരിച്ച് സൂര്യനുമായി 180 ഡിഗ്രിയിൽ നേരെ എതിർവശത്തുള്ള രാശിയിൽ വരുമ്പോൾ സൂര്യന്റെ പ്രകാശം ചന്ദ്രനിൽ പൂർണ്ണമായിട്ടും പതിയുന്നു. അപ്പോൾ നമുക്ക് ഭൂമിക്ക് ആ ചൈതന്യം കൂടുതലായിട്ട് കിട്ടുന്നു. പ്രപഞ്ചത്തിലുള്ള സർവ്വ വസ്തുക്കളുടെയും ചൈതന്യം സൂര്യനിൽ നിന്നും ചന്ദ്രനിൽ നിന്നും വന്നതാണ്. ഇനി നമുക്ക് ചന്ദ്രന്റെ മാസം എന്താണെന്ന് നോക്കാം. ചന്ദ്രന് ഒരു മാസം എന്ന് പറയുന്നത് മീനമാസത്തിലെ അമാവാസി കഴിഞ്ഞ് പ്രഥമ മുതൽ മേടമാസത്തിലെ അമാവാസി വരെ 30 തിഥികൾ ചേർന്നാണ് ചൈത്രമാസം. പിന്നെ മേടമാസത്തിലെ അമാവാസി കഴിഞ്ഞ് പ്രഥമ മുതൽ ഇടവമാസത്തിലെ അമാവാസി വരെയുള്ള 30 തിഥികൾ ചേർന്നാണ് വൈശാഖമാസം. ചന്ദ്രന് ആകെ 12 മാസങ്ങളാണ് ഉള്ളത്. അത് കഴിഞ്ഞ ശേഷം ജ്യേഷ്ഠം, ആഷാഢം, ശ്രാവണം, പ്രോഷ്ഠപദം, ആശ്വിനം, കാർത്തികം, മാർഗശീർഷം, പൗഷം, മാഘം, ഫാൽഗുണം ഇങ്ങനെയാണ് നമ്മളത് ഓരോ മാസത്തിലെയും അമാവാസി കഴിഞ്ഞ ശേഷം പ്രഥമ തൊട്ട് അടുത്ത മാസത്തിലെ അമാവാസി വരെ എണ്ണണം. അങ്ങനെയാണ് ചന്ദ്രനെ 12 മാസങ്ങൾ കാണുന്നത്. ചന്ദ്രന്റെ 12 മാസങ്ങൾക്ക് ചന്ദ്രവർഷം എന്ന് പറയുന്നു. ഇനി നമുക്ക് നമ്മുടെ ഗ്രഹനിലയിൽ അല്ലെങ്കിൽ ജാതകത്തിൽ ചന്ദ്രൻ ബലവാനാണോ ബലമില്ലാത്ത ചന്ദ്രനാണോ, നമ്മൾ അതിന് എന്തൊക്കെയാണ് പരിഹാരങ്ങൾ ചെയ്യുന്നത്? നമുക്ക് ചന്ദ്രന്റെ ബലങ്ങൾ പൂർണ്ണമായി നമ്മൾ പറഞ്ഞല്ലോ. സൗമ്യഭാവം അല്ലെങ്കിൽ ഐശ്വര്യം, സൗഭാഗ്യങ്ങൾ, മാതാവിൽ നിന്നുള്ള ഗുണങ്ങൾ, നല്ല കൃഷി, നമ്മുടെ ജലം, നമ്മുടെ രക്തത്തിന്റെ ശുദ്ധി, ഇതെല്ലാം നമുക്ക് കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ലയോ? അപ്പോൾ നമ്മൾ ആ പരിഹാരത്തിന് ഏത് ദേവതയാണ് വിളിക്കുന്നത് നമുക്ക് നോക്കാം. ചന്ദ്രൻ ബലവാനാണെങ്കിൽ നമ്മൾ ദുർഗാദേവിയെ വിളിക്കണം. ആ ദുർഗാദേവിയുടെ മന്ത്രം ഞാനിവിടെ എഴുതി കാണിക്കുന്നതായിരിക്കും. ഓം ദുർഗാദേവി ശരണമഹം പ്രപദ്യേ. ഓം ദുർഗാദേവി ശരണമഹം പ്രപദ്യേ എന്ന ദുർഗാദേവിയുടെ മന്ത്രം നമ്മൾ പ്രഭാതത്തിൽ 7 അല്ലെങ്കിൽ 11, 21 അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് നമുക്ക് ജപിക്കാവുന്നതാണ്. ഇനി നമ്മുടെ ജാതകത്തിൽ ചന്ദ്രന് ബലം കുറവാണെങ്കിൽ നമ്മൾ ഭദ്രകാളി ദേവിയെ ആണ് പ്രാർത്ഥിക്കേണ്ടത്. ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഈ മന്ത്രം 10 മണിക്ക് ശേഷവും സന്ധ്യയ്ക്ക് ചൊല്ലാവുന്നതാണ്. ഇനി നമ്മുടെ ചന്ദ്രൻ കുജന്റെ ക്ഷേത്രമായ മേടൻ രാശിയിലോ വൃശ്ചികൻ രാശിയിലോ നിൽക്കുമ്പോൾ നമ്മൾ ചൊല്ലേണ്ടത് ചാമുണ്ഡി ദേവിയുടെ മന്ത്രമാണ്. ചാമുണ്ഡി ദേവിയുടെ മന്ത്രം ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായേ വിച്ചേ നമ. ഓം ഐം ഹ്രീം
ക്ലീം ചാമുണ്ടായേ വിച്ചേ നമ. ഈ മന്ത്രവും വൈകിട്ടാണ് ചൊല്ലേണ്ടത്. അത് നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മൾ ചൊല്ലിയാൽ മതി. പിന്നെ നിങ്ങളെല്ലാവരും വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. എന്തെങ്കിലും മോഡിഫിക്കേഷനൊക്കെ വരുത്തണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഇടണം. പിന്നെ ഇപ്പോൾ ഗ്രഹനിലയിൽ നമ്മുടെ ചന്ദ്രൻ്റെ ബലം നോക്കാൻ അറിയത്തില്ലാത്തവർ, മനസ്സിലായിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ ഗ്രഹനില ഇല്ലാത്തവർ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വിത്ത് ടൈം എനിക്ക് കമൻറ്റ് ബോക്സിൽ ഇട്ട് തരുവാണെങ്കിൽ ഞാൻ നോക്കിയിട്ട് ചന്ദ്രൻ്റെ ബലം റിപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ചന്ദ്രനെ കുറിച്ച് കഴിഞ്ഞില്ല. ഇനി അടുത്ത വീഡിയോയിൽ ചന്ദ്രൻ ഓരോ രാശിയിലും ലഗ്നത്തിൽ നിൽക്കുമ്പോൾ, പിന്നെ ഓരോ ഭാവത്തിലും ഓരോ രാശിയിൽ ഓരോ ഭാവങ്ങളിലും മാറി മാറി നിൽക്കുമ്പോഴുള്ള ഫലങ്ങൾ, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. മനോഹരനായ ചന്ദ്രനെ കുറിച്ച് കേട്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായിരിക്കുമല്ലോ. എല്ലാവർക്കും സന്തോഷം ഉണ്ടാവട്ടെ. ഉടനെ അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ്. നന്ദി.